നഴ്സിംഗ് ഡയറക്ടറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എവർക്കും സ്വാഗതം. കർണാടകയിലേക്ക് BSc നഴ്സിംഗിന് എൻട്രൻസ് വഴി അപേക്ഷിക്കാനുള്ള തീയതി അവസാനിച്ചിരിക്കുകയാണല്ലോ. ടോപ്പ് റെപ്യൂട്ടഡ് ആയിട്ടുള്ള പല മെഡിക്കൽ കോളേജുകളിലേക്കും അഡ്മിഷൻസ് നേടുവാനായിട്ട് ഈ എൻട്രൻസ് വഴി നമുക്ക് സാധ്യമാകുന്നത്. പക്ഷേ നിരവധി കുട്ടികൾ ഇതുവരെയും അപ്ലൈ ചെയ്തിട്ടില്ല എന്നുള്ള കാര്യമാണ് അറിയാൻ കഴിഞ്ഞത്. ഇപ്പോൾ തന്നെ പല കുട്ടികളും എൻട്രൻസിന് വേണ്ടി കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ചെയ്ത് വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. അതുപോലെ ഇതിൻ്റെ കാര്യങ്ങൾ ഇൻഫർമേഷൻസ് ഒക്കെ അറിഞ്ഞു വന്നപ്പോൾ തന്നെ അതിൻ്റെ ഡേറ്റുകൾ കഴിഞ്ഞ ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. കാരണം നമുക്കറിയാം എല്ലാവരും എക്സാമിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ +2 എക്സാം കഴിഞ്ഞതിൻ്റെ മുറയ്ക്ക് മാത്രമായിരിക്കും മെജോറിറ്റി കുട്ടികളും ഇതിനെക്കുറിച്ച് കാര്യമായിട്ട് മനസ്സിലാക്കി തുടങ്ങുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് കുറേ കുട്ടികളെങ്കിലും തന്നെ ഇതിനെക്കുറിച്ച് അറിയാതെ പോയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികൾക്ക് വേണ്ടിയുള്ള ഒരു ഓപ്ഷനാണ് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ ഉൾപ്പെടുത്തുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത്. നമുക്കറിയാം തമിഴ്നാട് സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ തമിഴ്നാട്ടിൽ മിക്കവാറും എല്ലാ കോളേജുകളിലേക്കും സീറ്റ് അഡ്മിഷൻസ് നടക്കുന്നത് എൻട്രൻസ് വഴിയല്ല. അപ്പോൾ ഡയറക്റ്റ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് അഡ്മിഷൻസ് നേടാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. അപ്പോൾ ചെറിയൊരു ഫീസ് നിങ്ങൾക്ക് ടോക്കൺ ഫീ അടച്ച് നിങ്ങൾക്ക് അഡ്മിഷൻസ് എടുക്കുകയും +2 റിസൾട്ട് വന്നു കഴിഞ്ഞതിന് ശേഷം അത്യാവശ്യം നല്ല മാർക്കുകളുണ്ട്, കേരളത്തിൽ അഡ്മിഷൻ കിട്ടാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അടച്ചിരിക്കുന്ന പേയ്മെന്റ് റീഫണ്ട് ചെയ്ത് കിട്ടുന്ന ഓപ്ഷൻസ് നിരവധിയായിട്ടുണ്ട്. പലപ്പോഴും പല ഏജന്റുമാരും ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊന്നും അവർ അറിയിക്കാറില്ല. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ചെറിയൊരു ടോക്കൺ ഫീ അടച്ച് നിങ്ങൾ അഡ്മിഷൻസ് എടുക്കുകയും അത് കഴിഞ്ഞതിന് ശേഷം കേരളത്തിൽ കിട്ടുന്ന ഒരു പോസിബിലിറ്റി ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് ക്യാൻസൽ ചെയ്ത് റീഫണ്ട് കിട്ടുന്ന ഒരു ഓപ്ഷനും ഉണ്ടെന്നും കൂടെ ഞാൻ അറിയിക്കട്ടെ. അപ്പോൾ ഇനിയും കേരളവും അതുപോലെ തന്നെ കേരളത്തിന്റെ പുറത്തേക്കും കൂടെ നോക്കുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയം യൂട്ടിലൈസ് ചെയ്യുക. ചെറിയ ഫീസ് ടോക്കണി അടച്ച് നിങ്ങൾക്ക് അഡ്മിഷൻസ് ബ്ലോക്ക് ചെയ്യുകയും വീണ്ടും കേരളത്തിലേക്ക് അഡ്മിഷൻ കിട്ടുന്ന ഒരു സാഹചര്യമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ മൊത്തം എമൗണ്ട് തന്നെ റീഫണ്ട് ചെയ്ത് കിട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടെന്നും കൂടെ മനസ്സിലാക്കുക. കർണാടകയിൽ നോക്കിക്കഴിഞ്ഞാൽ 20% വരുന്ന സീറ്റുകളിലേക്ക് എൻട്രൻസ് എക്സാമിന്റെ അലോട്ട്മെന്റ് ഇല്ലാതെ തന്നെ നമുക്ക് പ്രവേശനം നടത്താൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഏതാനും ചില മെഡിക്കൽ കോളേജ് മാനേജ്മെന്റിൽ അറിയിച്ചതനുസരിച്ച് ചുരുക്കം ചില സീറ്റുകളിലേക്ക് എൻട്രൻസ് ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് അഡ്മിഷൻസ് നേടുവാൻ, അതായത് ഗവൺമെന്റ് ഫീസിൽ തന്നെ നിങ്ങൾക്ക് അഡ്മിഷൻസ് എടുത്ത് പഠിക്കാനുള്ള പോസിബിലിറ്റി ഉണ്ടാകുന്നതാണ് അവർ അറിയിച്ചിരിക്കുന്നത്. അപ്പോൾ ചെറിയൊരു ഫീസ് പാക്കേജിൽ തന്നെ നിങ്ങൾ എൻട്രൻസ് എഴുതി എങ്ങനെയാണോ നിങ്ങൾ അഡ്മിഷൻസ് എടുക്കുന്നത് ആ ഒരു രീതിയിൽ തന്നെ ചെറിയ ഫീസിൽ തന്നെ ഏകദേശം 10 ലക്ഷത്തിൽ താഴെയായിട്ട് ഭക്ഷണം താമസം എല്ലാം ഉൾപ്പെടെ തീരുന്ന നിരവധിയായിട്ടുള്ള മെഡിക്കൽ കോളേജുകൾ അതും ടൗൺ ഏരിയയിൽ തന്നെ അവൈലബിൾ ആണ്. ഒത്തിരി ഉള്ളിലോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ ഒരു പക്ഷേങ്കിൽ 7 ലക്ഷത്തിന് 8 ലക്ഷത്തിനൊക്കെ മെഡിക്കൽ കോളേജുകളിലേക്ക് അഡ്മിഷൻസ് കിട്ടിയെന്ന് വരാം. പക്ഷേ ഇത് ടൗണിൽ തന്നെ സെൻട്രൽ കർണാടകയിൽ തന്നെ നമുക്ക് അഡ്മിഷൻസ് കിട്ടാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. മെഡിക്കൽ കോളേജുകൾ മാത്രമല്ല ഹോസ്പിറ്റലോട് കൂടിയ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന നഴ്സിംഗ് കോളേജുകളാണെങ്കിലും ഏകദേശം 7 ലക്ഷം 8 ലക്ഷം പാക്കേജിലൊക്കെ നിങ്ങൾക്ക് അവൈലബിൾ ആണെന്നും കൂടെ മനസ്സിലാക്കുക. നിങ്ങൾക്ക് ബഡ്ജറ്റ് ഓറിയന്റഡ് ആയിട്ടുള്ള രീതിയിൽ നിങ്ങൾ അഡ്മിഷൻസ് എടുക്കാനുള്ള കുട്ടികളാണെന്നുണ്ടെങ്കിൽ ഈ ഒരു അവസരം മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. ചെറിയൊരു ടോക്കൺ ഫീ അടച്ച് മാത്രം അഡ്മിഷൻസ് എടുക്കുക. സാധാരണ എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ്, ഈ പറയുന്ന +2 റിസൾട്ടുകൾ വന്നു കഴിഞ്ഞാൽ നല്ല രീതിയിൽ ക്രമാതീതമായിട്ട് തന്നെ ഫീസുകൾ ഉയരാനുള്ള സാധ്യതകളാണ് കാണാറുള്ളത്. ഈ ഒരു സമയത്ത് മിക്കവാറും വരുന്ന കുട്ടികളൊക്കെ +2 എക്സാമിന് വേണ്ടി പുറകെയായിട്ട് അല്ലെങ്കിൽ പ്രിപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ട് തിരക്കിലായിരിക്കാം. അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് ചിന്തിച്ച് തുടങ്ങിയെന്ന് വരികയില്ല. ഈ ഒരു സമയത്ത് അത്യാവശ്യം നല്ലൊരു ട്രെൻഡുകൾ അല്ലെങ്കിൽ നല്ലൊരു തിരക്കുകൾ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഏറ്റവും സ്റ്റാർട്ടിങ്ങിൽ നല്ല രീതിയിൽ ഫീസ് കുറവിലായിരിക്കും നിങ്ങൾക്ക് അഡ്മിഷൻസ് നേടാൻ സാധിക്കുക. അതേസമയം +2 എക്സാം കഴിഞ്ഞതിന് ശേഷം തന്നെ മിക്കവാറും വരുന്ന കുട്ടികൾ നഴ്സിംഗിലേക്ക് ചിന്തിക്കുകയും അതുപോലെ തന്നെ പല കോളേജുകളിലേക്കും അഡ്മിഷൻസ് എടുക്കുവാൻ തിരക്കുകൾ കൂട്ടുന്ന മുറയ്ക്ക് ക്രമാതീതമായിട്ട് ഫീസുകൾ ഉയർത്താനുള്ള സാധ്യതകൾ കാണാറുണ്ട്. വീണ്ടും +2 റിസൾട്ട് വന്നു കഴിഞ്ഞ ഘട്ടത്തിലാണ് അടുത്തതായിട്ടും നല്ല രീതിയിലുള്ള ഫീസ് ഹൈക്ക് ഉണ്ടാവുന്നത്. അപ്പോൾ വീണ്ടും +2വിൻ്റെ റിസൾട്ടുകളെല്ലാം കഴിഞ്ഞ് കേരളത്തിലെ ആപ്ലിക്കേഷൻസ് എല്ലാം വിളിച്ച് റാങ്ക് ലിസ്റ്റുകൾ പബ്ലിഷ് ചെയ്യുന്ന അതല്ലെങ്കിൽ ഫസ്റ്റ് അലോട്ട്മെന്റ് പബ്ലിഷ് ചെയ്യുന്ന സമയത്തൊക്കെയാണ് നല്ല രീതിയിൽ തന്നെ കേരളത്തിന് പുറത്തേക്ക് ഒഴുക്കുകൾ ഉണ്ടാവുക. അപ്പോൾ ആ ഒരു സമയത്ത് റെപ്യൂട്ടഡ് ആയിട്ടുള്ള നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന കോളേജുകളിലേക്കൊക്കെ നല്ല രീതിയിൽ ഡിമാൻഡ് വരികയും നല്ല രീതിയിൽ തന്നെ ഫീസ് ഉയർത്താനുള്ള സാധ്യതകളും കാണാറുണ്ട്. എല്ലാ വർഷവും ഏകദേശം ഒരു ജൂൺ ജൂലൈ മാസത്തോടു കൂടെ തന്നെ ഫീസുകളൊക്കെ ക്രമാതീതമായിട്ട് ഉയരുകയും 50,000 മുതൽ 2 ലക്ഷം വരെയൊക്കെ ആണെങ്കിലും ഫീസുകൾ ക്രമാതീതമായിട്ട് ചെറിയ കോളേജുകളായാലും വലിയ കോളേജുകളായാലും ഫീസുകൾ ഉയർത്തുന്നതായിട്ട് കാണാറുണ്ട്. അപ്പോൾ ആ ഒരു ഫീസ് വർധനവിനെതിരായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ചെറിയൊരു ടോക്കൺ അടച്ച് പ്രീ ബുക്ക് ചെയ്ത് വെക്കുക. അപ്പോൾ കോളേജുകളെ കുറിച്ച് വ്യക്തമായിട്ട് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഈ ഒരു ഘട്ടത്തിൽ നിങ്ങൾ ചെയ്യേണ്ടത്. ഏറ്റവും ആദ്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ ബഡ്ജറ്റ് എത്രത്തോളം ഉണ്ടെന്നുള്ളത് നിങ്ങൾ പ്രതീക്ഷിക്കണം. നിങ്ങൾക്ക് എത്രത്തോളം ഫീസ് നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ നിന്നും സ്പെൻഡ് ചെയ്യാൻ സാധിക്കും, എത്രത്തോളം ലോണാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ഫിനാൻഷ്യൽ ബാക്കപ്പ് വെച്ച് നിങ്ങളൊരു
ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് ഏറ്റവും മികച്ച കോളേജുകളിലേക്ക് അഡ്മിഷൻസ് എടുക്കുക. എല്ലാ അഫിലിയേഷൻസും വളരെയധികം നിർബന്ധമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. പല ഏജന്റുമാരും ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിലിന് അംഗീകാരം ഇല്ലെങ്കിലും കുഴപ്പമില്ല എന്നുള്ളതൊക്കെ പറഞ്ഞിട്ട് ഒരു പക്ഷെങ്കിൽ നിങ്ങളെ ഏതെങ്കിലും കോളേജിൽ കൊണ്ടുവന്ന് പെടുത്തിയെന്ന് വരാം. പലപ്പോഴും സംഭവിക്കുന്ന ഒരു കാര്യം, ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിലിന്റെ ഭാഗത്തുനിന്നും ഈ പറയുന്ന രീതിയിൽ പ്രത്യേകിച്ച് ഒരു റോൾസ് ഇല്ല എന്നുള്ളൊരു കാര്യം സുപ്രീം കോടതിയിൽ നിന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും വ്യക്തമായിട്ട് കോളേജുകൾ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നവയാണോ എന്ന് പരിശോധിച്ച് മാത്രം നിങ്ങൾ അഡ്മിഷൻസ് എടുക്കുക. നല്ല രീതിയിൽ അക്കാഡമിക് ട്രെയിനിങ് ഫെസിലിറ്റീസ് ഒക്കെ കിട്ടുന്ന അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഭാവിയിൽ നല്ലൊരു ക്വാളിറ്റി നഴ്സായിട്ട് വരാൻ ഉതകുന്ന രീതിയിലുള്ള കോളേജുകൾ മാത്രം നിങ്ങൾ ജോയിൻ ചെയ്യുക. അപ്പോൾ ഏത് ഫീസ് റേഞ്ചിലാണെങ്കിലും നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന കോളേജുകളുണ്ട്. ഏകദേശം 7.5-8 ലക്ഷം രൂപ പാക്കേജിലാണെങ്കിലും അത്യാവശ്യം നല്ല രീതിയിൽ ഓൺ ഹോസ്പിറ്റലോട് കൂടിയ കോളേജുകളും അവൈലബിൾ ആണ്. പലപ്പോഴും കാണുന്ന ഒരു അഡ്വർടൈസ്മെന്റ് ആണ് ഓൺ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞ് ഭയങ്കരമായിട്ട് ഹൈലൈറ്റ് ചെയ്യാറുണ്ടെങ്കിലും പലപ്പോഴും 5-10 ബെഡിന്റെ ചെറിയ ക്ലിനിക്ക് പോലെയുള്ള ഹോസ്പിറ്റലുകളൊക്കെ അറ്റാച്ച് ചെയ്തിരിക്കുന്ന കോളേജുകളൊക്കെ നല്ല രീതിയിൽ തന്നെ മാർക്കറ്റ് ചെയ്യുന്നതായിട്ട് കാണാറുണ്ട്. അപ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഓൺ ഹോസ്പിറ്റൽ ഉണ്ടെങ്കിൽ പോലും പല കോളേജുകളിലും വ്യക്തമായിട്ട് കുട്ടികൾക്ക് ക്ലിനിക്കൽ ട്രെയിനിങ്ങുകൾ കിട്ടുന്നില്ല എന്നുള്ള ഒരു പരാതിയും പലപ്പോഴും ഉന്നയിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ വ്യക്തമായിട്ട് കോളേജുകളെ കുറിച്ച് മനസ്സിലാക്കാതെ നമ്മൾ അഡ്മിഷൻസ് എടുക്കുന്നത് മണ്ടത്തരം തന്നെയാണ്. അപ്പോൾ ഈ ഒരു കാര്യത്തിൽ കോളേജുകൾ തിരഞ്ഞെടുക്കുവാനായിട്ടും നിങ്ങൾ ചേരുവാൻ ഉദ്ദേശിക്കുന്ന കോളേജിൽ വേണ്ടത്ര അഫിലിയേഷൻസ് കാര്യങ്ങളെല്ലാം ഉണ്ടോ, എന്തെങ്കിലും പ്രശ്നങ്ങൾ ഈ കോളേജുമായിട്ട് ബന്ധപ്പെട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളുടെ ഹെൽപ്പ് ലൈൻ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് നിങ്ങൾക്ക് അറിയാൻ കഴിയുന്നതുമാണ്. മാത്രമല്ല നിങ്ങൾ ചേരാനിരിക്കുന്ന കോളേജിൽ തന്നെ എത്രത്തോളം മാക്സിമം ഫീ റിഡക്ഷൻസ് ഞങ്ങൾക്ക് ചെയ്തു തരാൻ പറ്റും എന്നുള്ളൊരു കാര്യവും ഹെൽപ്പ് ലൈൻ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ ഞങ്ങൾക്ക് നിങ്ങളുമായിട്ട് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ഒരു സർവീസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള രീതിയിലാണ് നമ്മൾ ഈ കാര്യങ്ങളെല്ലാം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നല്ല രീതിയിൽ ബെനിഫിറ്റ് എല്ലാ രീതിയിലും മികച്ച കോളേജുകൾ തിരഞ്ഞെടുക്കുവാനായിട്ടും ഏറ്റവും ബെസ്റ്റ് ഫീസിൽ നിങ്ങൾക്ക് അഡ്മിഷൻസ് കിട്ടുവാനായിട്ടും അതുപോലെ അക്കാഡമിക് സപ്പോർട്ട് ഉൾപ്പെടെ മറ്റുള്ള പ്ലേസ്മെന്റ് സപ്പോർട്ട്, അതായത് നിങ്ങൾ കോഴ്സ് കഴിഞ്ഞതിന് ശേഷവും നിങ്ങൾക്ക് ഹോസ്പിറ്റൽ പ്ലേസ്മെന്റ്സ് ഉൾപ്പെടെയുള്ള സപ്പോർട്ടുകൾ കിട്ടാനൊക്കെ തീർച്ചയായിട്ടും ഞങ്ങൾ അതിനുള്ള നെറ്റ്വർക്ക് കാര്യങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ വരുന്ന ദിവസങ്ങളിൽ കൂടുതൽ അപ്ഡേറ്റുകളുമായിട്ട് വീണ്ടും കാണാം. നന്ദി.